പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സിൽ കാണാത്ത ഒരു പ്രഭാതം കൂടെ ദൈവത്തിൻ്റെ കരുണയാൽ കൃപയാൽ ദൈവം കാവലായി നിന്ന് നമ്മളെ നടത്തി പരിപാലിച്ച ദൈവകൃപയാൽ ഒരു പ്രഭാതം കൂടെ കാണുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് തന്ന എല്ലാ ഭാഗ്യത്തിനും നന്ദിയും സ്നേഹവും കരയേറ്റിക്കൊണ്ട് ഈ പ്രഭാതം നമുക്ക് വചനധ്യാനത്തിനായി മാറ്റിവെക്കാം. ഇന്നത്തെ വചനധ്യാനത്തിനായി സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. പ്രോവർബ്സ് ചാപ്റ്റർ 3 വേഴ്സ് 5 and 6 വായിച്ചു കേൾപ്പിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പ്രോവർബ്സ് സദൃശ്യവാക്യങ്ങൾ നമ്മളെ നേർവഴിക്ക് നടത്താൻ, നേർവീതിയിൽ നടത്താൻ, ദൈവത്തെ ഭയപ്പെടുവാൻ, ചെയ്യേണ്ടത് എന്താണെന്നും ചെയ്യേണ്ടാത്തത് എന്താണെന്നും പോകേണ്ടത് എവിടെയാണെന്നും പോകേണ്ടാത്തത് എവിടെയാണെന്നും എന്നൊക്കെ ഉപദേശിക്കുന്ന ഉപദേശ സംഹിതകൾ അടങ്ങിയ ഒരു പുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ. ഈ സദൃശ്യവാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള വാക്കുകൾ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുകയും ഭക്തിയും ആർദ്രതയുമുള്ളൊരു ജീവിതം നയിച്ച് നിത്യതയിൽ എത്തിച്ചേരാനുള്ള ടിപ്സ്, ഡോക്ട്രിനും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്തെ 2 വചനം അടർത്തിയെടുത്താണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിലൂന്നരുത്. 2, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാകും. 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഇത് ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഒന്ന് ചിന്തിച്ചേ, എന്നോടൊപ്പം ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യമുണ്ടായി, 2 തീരുമാനങ്ങൾ വേഗം നമ്മുടെ ഉള്ളിലേക്ക് വരും, അല്ലേ? 2 തീരുമാനങ്ങൾ വരും. ആ 2 തീരുമാനങ്ങളിൽ ഒന്ന്, ആ പോട്ട് സാരമില്ല. ഇപ്പോ നമ്മുടെ നേരെ ഒരാൾ വന്ന് അക്രമം കാണിക്കുന്നു, അതേ ചീത്ത പറയുന്നു, മോശമായിട്ട് സംസാരിക്കുന്നു. 2 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരും. ഒന്ന് ശക്തമായി പ്രതികരിക്കണം, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ 4 പേരോട് പറയണം, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അവരെ നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ അവരോട് കൂടിയിട്ട് എന്തിനാണ് പറഞ്ഞതെന്ന് ഒന്ന് തിരിച്ചു ചോദിക്കണം. 2ാമതൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും, പോട്ടെ സാരമില്ല, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് 2 ചിന്ത വരും. ഇത് നമ്മളെ ആ ഒരു കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തീരുമാനമെടുക്കേണ്ട സമയത്ത് 2 തീരുമാനങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ഒരു ടേണിംഗ് പോയിന്റ് വരുമ്പോൾ എവിടോട്ട് തിരിയണമെന്നറിയാത്തതുപോലെ ഒരാളുമായിട്ട് നമ്മൾ വളരെ കൂട്ടായിട്ട് പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിലൂടെ ഒരു ദേഷ്യം വന്നു, എന്തോ ഒരു കാര്യത്തിൽ ഉടക്കി, നമ്മുടെ നാടൻ ഭാഷയിൽ ഉടക്കി, അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെട്ട് ബുദ്ധിമുട്ട് പറഞ്ഞു. 2 തീരുമാനങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ഒന്ന്, നമുക്കിനി അയാളോട് ക്ഷമിക്കാനേ പറ്റത്തില്ല, അയാളോട് ഇനി മിണ്ടുന്നില്ല, അയാളോട് ജീവിതകാലം മുഴുവൻ മിണ്ടത്തില്ലെന്ന് 1-ാമത്തെ തീരുമാനം. 2ാമത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ, പോട്ട് സാരമില്ല, മനുഷ്യരല്ലേ, എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റുമെന്ന് പറഞ്ഞ് ക്ഷമിക്കാം, ഇനിയും ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ 2ാമത്തെ തീരുമാനം. ഇതിന്റെ 2ന്റെ തീരുമാനമല്ലാതെ സദൃശ്യവാക്യ കർത്താവായ ശലോമോൻ, ജ്ഞാനികളുടെ ജ്ഞാനിയായവൻ, ദൈവത്തിൽ ആശ്രയിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. നിങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ട സമയത്തില്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന സമയത്തില്, ഒരു രോഗമായിട്ട് കിടക്കുന്നു, മെഡിക്കൽ കോളേജിൽ പോണോ അതോ കാത്തിരിക്കണോ, ഇങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഇതാ വചനം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഈ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും? ഒരു ഉദാഹരണം തിരുവചനത്തിൽ ഞാൻ കാണിക്കാം. ഒരു സ്ത്രീ വീട്ടിൽ നിരാശയോടെ വേദനയോടെ ഇരിക്കുന്ന ഒരു സഹോദരി, നാളുകളായിട്ട് വേദനയും നിരാശയുമായിട്ടിരിക്കുക, മക്കളില്ലെന്നുള്ള ഭാരത്താൽ ഇരിക്കുക. ആ സ്ത്രീ ഭാരത്താൽ, വേദനയാൽ, സങ്കടത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സഹോദരിയുടെ കൂടെയുള്ള സഹോദരി എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് പോളിഗാമിയുള്ള സമയമാണ്. ആ സഹോദരിയുടെ പേര് ഹന്നയുടെ കൂടെയുള്ള അതേ ഭർത്താവിന്റെ ഭാര്യയായിരിക്കുന്ന പെനീന. അവിടെ വചനത്തിൽ പറയുന്ന ഭാഷ, അവളുടെ പ്രതിയോഗിയായ പെനീന മുഷിപ്പിച്ചു.
തീരുമാനമുണ്ട്. അവിടെ തീരുമാനമുണ്ട്. മുഷിപ്പിക്കുന്നവരുടെ നേരെ രണ്ടെണ്ണം പറയാനുള്ള തീരുമാനമുണ്ട്. രണ്ടു വാക്ക് സംസാരിക്കാം, ഇല്ല ഭർത്താവിനോട് പറഞ്ഞൊന്ന് സംസാരിക്കാം, അവളെ ഒന്ന് ഒതുക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. അതിനെ അങ്ങ് ഡോമൈൻ ചെയ്തിട്ട് ഈ സ്ത്രീ ചെയ്തു. ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. അതേ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തം വിവേകം പറഞ്ഞു, ഭർത്താവ് ഇച്ചിരി സപ്പോർട്ടുണ്ട്, ഭർത്താവിനോട് പറഞ്ഞ് ഇതിന് ഞാൻ ഒരു അറുതി വരുത്തും, ഇന്നിതിനൊരു പരിഹാരം ഉണ്ടാക്കും, ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കും. ഇല്ല, അവള് പറഞ്ഞില്ല. അവള് നേരെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ അവൾ നേരെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചു. തെളിവ് ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് പെനീനയുടെ പേരില്ല, മുഷിപ്പിച്ചയാളുടെ പേരില്ല. അവൾക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്കൊരു തലമുറയെ തരണം, ആ തലമുറയെ ദൈവത്തിന് തന്നേക്കാം. അപ്പൊ ഈ രണ്ടാമത്തെ ഇതിന്റെ പേരാ അവൾ. നമ്മൾ ചോദിച്ചില്ലേ എങ്ങനെയായി പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയം? നീ ഒന്നിരുന്ന് പ്രാർത്ഥിച്ചോ. ഒരു ഭയങ്കര പ്രതിസന്ധിയുടെ മുമ്പിൽ, വേദനയുടെ മുമ്പിൽ, നിന്നെ വേദനിപ്പിക്കുന്നതിന് മുമ്പിൽ, നിനക്ക് സങ്കടം വരുമ്പോ നീ ഒന്ന് മുട്ടേലിരിക്കുക, നീ ഒന്ന് പ്രാർത്ഥിക്കുക, സർവശക്തനോട് ചോദിക്കുക, കർത്താവേ ഞാൻ ഏത് തീരുമാനമെടുക്കണം? നിന്റെ മുമ്പിൽ വഴി പറഞ്ഞു തരുന്ന ദൈവം പ്രത്യക്ഷപ്പെടും. അല്ലെങ്കിൽ ആരിലൂടെയെങ്കിലും നിനക്കൊരു വഴി പറഞ്ഞു തരും. നിനക്ക് മുൻപോട്ട് പോകേണ്ട വഴി തമ്പുരാൻ നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. അതാ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അടുത്ത വാക്ക് നമ്മൾ വഴി തെരഞ്ഞെടുത്തു. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാത നേരെയാക്കും. ദൈവകുഞ്ഞെ, ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ പോകുന്ന പാത ശരിയാണോ? നീ പോകുന്നത് റൈറ്റ് റൂട്ടിലോട്ടാണോ? ഒരാൾക്ക് കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകണം. ഒരിക്കല് എൻ്റെ ഒരു 2 സഹോദരന്മാര് അവിടെ നാഗ്പൂരിൽ നിന്ന് നാട്ടിൽ വന്നു. തിരുവല്ലയിലെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് അവര് കേരള എക്സ്പ്രസിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു, തിരിച്ച് നാഗ്പൂർ ഇറങ്ങണം. നാഗ്പൂരിൽ നിന്നാണ് അവർ വന്നത്, തിരിച്ച് കേരള എക്സ്പ്രസിന് തിരിച്ചു പോകണം, നാഗ്പൂര് വണ്ടി ഇറങ്ങണം. അങ്ങനെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. സന്ദർഭവശാൽ മറ്റാരും ഉണ്ടായിരുന്നില്ല, ഹിന്ദിക്കാരാണ് അവർ. സന്ദർഭവശാൽ ആരും ഉണ്ടായിരുന്നില്ല. ആരോടും ചോദിച്ചു, അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചു. അവർ കേട്ടു കേരള എക്സ്പ്രസ് ഇപ്പോൾ വരുന്നു. കേരള എക്സ്പ്രസ് അപ്പം അവരുടെ ടൈമിൽ 1:30 1:30 ഒരു 5 മിനിറ്റ് മുമ്പ് ഒരു അനൗൺസ്മെന്റ് കേട്ടു, കേരള എക്സ്പ്രസ് വരുന്നു. അപ്പൊ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്, രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ട്രെയിനാണ് എറണാകുളം വഴി നേരെ പാലക്കാട് വഴി നേരെ പോകുന്ന, നേരെ നാഗ്പൂരിലേക്ക് ഡൽഹിക്ക് പോകുന്ന ആ ട്രെയിനിൽ നാഗ്പൂർ ഇറങ്ങണം. 1:35 1:40 മറ്റാണ് തിരുവല്ലയിലെ ടൈം. അവര് കേട്ടു കേരള എക്സ്പ്രസ് 1:35 ഒരു അനൗൺസ്മെന്റ് ഇട്ട് കേരള എക്സ്പ്രസ് വരുന്നു. അല്പനേരത്തിനുള്ളിൽ കേരള എക്സ്പ്രസ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വരുന്നു. ആരോടോ ചോദിച്ചു, എവിടെയാ ട്രെയിൻ വരുന്നേ? അപ്പൊ പറഞ്ഞു, ഇപ്പൊ വരുന്ന കേരള എക്സ്പ്രസ്. അതെ, എവിടെയാ വരുന്നത്? 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ. അവരൊന്നും മടിച്ചില്ല, നേരെ ചാടി ക്രോസ് ചെയ്ത് 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു. അപ്പോഴൊരു ട്രെയിൻ വന്ന് നിന്നു. ട്രെയിനോട് ചോദിച്ചു, ഇത് കേരള എക്സ്പ്രസ് അല്ലേ? അതെ കേരള എക്സ്പ്രസ്സാ. അതെ കേരള. 2-3 പ്രാവശ്യം മാറി ചോദിച്ചു, കേരള എക്സ്പ്രസ് അല്ലേ? അതെ കേരള എക്സ്പ്രസ് തന്നെയാണ്. അതിന്റെ പുറത്ത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട് കേരള എക്സ്പ്രസ്. അതേ ചാടി കയറി കേരള എക്സ്പ്രസിൽ കയറി. ആ സമയത്ത് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, കേരള എക്സ്പ്രസിൽ കയറി അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറോളം കഴിഞ്ഞു. ഈ വണ്ടി വണ്ടി ഏകദേശം തിരിച്ച് കൊല്ലത്തൊക്കെ ആയപ്പോ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എവിടായി? അപ്പൊ പറയാ, ഞങ്ങൾ കൊല്ലത്തായി. കേട്ട് നിന്ന ആൾക്ക് മനസ്സിലായി ഈ ട്രെയിൻ അല്ല, കൊല്ലത്തേക്കല്ല അവർ പോകണ്ടേ, അവർ എറണാകുളം ഭാഗത്തേക്കാണ് പോകണ്ടേ. അവരെങ്ങനെ കൊല്ലം തിരുവനന്തപുരം ട്രെയിനിലേക്ക്? അപ്പൊ നിങ്ങൾ കേരള എക്സ്പ്രസിലല്ലേ കയറിയേ? കേരള എക്സ്പ്രസിലാണ് കയറിയേ, പിന്നെ നിങ്ങൾക്ക് എന്താ പറ്റിയേ? അപ്പോ അവര് അതിലുണ്ടായിരുന്ന മേശക്ക് എന്ന് പറഞ്ഞ സഹോദരനുണ്ട്, ഒരു ദൈവാസന. അദ്ദേഹം മേശക്ക് എന്ന് പറഞ്ഞ സഹോദരൻ പറഞ്ഞു, ഞങ്ങൾ കേരള എക്സ്പ്രസിലാണ് കയറിയത്, തിരുവല്ലയിൽ നിന്നാണ് കയറിയത്. അവിടെ ചോദിച്ചു, അനൗൺസ്മെന്റ് കറക്റ്റ് ആയിരുന്നു, ഒക്കെ ശരിയാ, പിന്നെ എന്താ പറ്റിയത് എന്താണെന്നറിയാമോ? കേരള എക്സ്പ്രസിൽ കയറി ഇവര് കേരള എക്സ്പ്രസിൽ കയറിയത് അങ്ങോട്ട് എറണാകുളത്തേക്ക് പോകേണ്ട സ്റ്റാർട്ടിങ് വിടുന്ന് പോകുന്ന ട്രെയിനിലല്ല കയറിയത്. അവിടുന്ന് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുന്ന തിരുവനന്തപുരത്തേക്ക് വന്ന് കേരള എക്സ്പ്രസിലാണ് കയറിയ കേരള എക്സ്പ്രസ് അല്ലേ കയറിയ ട്രെയിൻ ശരിയാണ്, ആ ചോദിച്ചത് ശരിയാണ്, കേരള എക്സ്പ്രസ് ശരിയാണ്, യാത്ര ശരിയാണ്. എവിടെയാ കുഴപ്പം പറ്റിയേ? അങ്ങോട്ട് പോകണ്ടേ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകേണ്ടത് തിരിച്ച് യാത്ര ചെയ്ത് വരിക. അങ്ങോട്ട് പോയാണ് തിരിച്ചു കൊല്ലത്തേക്ക് യാത്ര ചെയ്യുക. തെറ്റുപറ്റിയത് എവിടെയാ? നീ പോകേണ്ടുന്ന വഴി തെറ്റിപ്പോയി. കാര്യം പറഞ്ഞതും ആളുകളോട് ചോദിച്ചു ഒക്കെ ശരിയാ, പക്ഷേ നീ പോകേണ്ടുന്ന പാതയിലല്ല പോകുന്നത്. അതിന്റെ ബുദ്ധിമുട്ട് വളരെ ഭീകരമാണ്. അന്ന് ടിക്കറ്റ്
ക്യാൻസൽ ചെയ്തു. പിന്നെ അവരുടെ ടിക്കറ്റ് നഷ്ടപ്പെട്ടു, പൈസ കിട്ടിയില്ല, അടുത്ത 2 ദിവസം ടിക്കറ്റ് കിട്ടാനില്ല, പിന്നെ വെയിറ്റ് ലിസ്റ്റിൽ എടുത്തു, അത് തന്നെ കിട്ടാനില്ല, ലോക്കൽ കമ്പാർട്ട്മെന്റ് എടുത്തു, ഒരുപാട് ബുദ്ധിമുട്ടി. പിന്നീട് ആ യാത്ര തെറ്റിപ്പോയി, വഴി തെറ്റിപ്പോയതിന്റെ അല്ലെങ്കിൽ ട്രെയിൻ തെറ്റിപ്പോയതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടി. ഒരൊറ്റ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്, ഒരു കാര്യമാണ് ചോദിക്കുന്നത്, പോകേണ്ടുന്ന വഴി, നിന്റെ വഴികളിൽ അവനെ നിറച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. ഒരു ചോദ്യം നിന്നോട് ചോദിക്കട്ടെ, നീ പോകുന്ന പാത ശരിയാണോ? നീ പോകുന്ന ട്രെയിൻ ശരിയാണോ? പേരുകൊണ്ട് കണ്ട ശരിയാ, അതിന്റെ ബോഗികളുടെ എണ്ണം ശരിയാ, യാത്ര ശരിയാ, പക്ഷെ തിരിച്ചു പോകുന്ന വണ്ടിയല്ല നീ ഇരിക്കുന്നത്. ഒന്ന് ടേൺ ബാക്ക് ചെയ്ത് വരണം, ഒന്ന് മടങ്ങി വരണം, ഒന്നും മടങ്ങി വരണം. നീ പോകേണ്ടത് 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എറണാകുളം വഴി പാലക്കാട് വഴി നാഗ്പൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ പോകേണ്ടത് നീ കയറിയിരിക്കുന്നത്. അവിടുന്ന് തിരുവല്ലയിൽ നിന്ന് കൊല്ലത്തു നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനില്ല, മാറിക്കയറണം. ഇവിടെ പറയുന്നത്, നിന്റെ എല്ലാ വഴികളിലും യഹോവയെ നിറച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. ഇതൊരു ഭൗതിക കാര്യത്തിൽ പറ്റിയ കാര്യങ്ങളാണെങ്കിൽ ആത്മീകമായി ദൈവകുഞ്ഞ് നിന്നോട് പറയട്ടെ, നീ പോകുന്ന പാത ശരിയല്ലെങ്കിൽ, നീ പോകുന്ന വഴി ശരിയല്ലെങ്കിൽ ഒരുപാട് കോൺസിക്വൻസ്, തിക്തഫലങ്ങൾ ഒരുപാടുണ്ടാകും. നിന്റെ ലക്ഷ്യസ്ഥാനത്ത് നീ എത്തത്തില്ല. നീ പോകുന്ന വഴി തെറ്റിപ്പോയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ലെന്ന് മാത്രമല്ല, ഉദ്ദേശിക്കുന്ന ടൈം മാറും, സമയം മാറും, ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും നിനക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ നീ ചിന്തിച്ചോ, ഈ പകലിൽ വചനം കേൾക്കുമ്പോൾ നീ ചിന്തിച്ചോ, നിന്റെ എല്ലാ വഴികളിലും അവനെ നിറച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. നീ ഒന്ന് ദൈവകരങ്ങളിലേക്ക് കൊടുത്തേ കുഞ്ഞേ, നിന്റെ വഴികളിൽ ദൈവത്തെങ്കിലേക്ക് ഒന്ന് കൊടുത്തേ. നിന്റെ പാതയെ നേരെയാക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള വാത്സല്യ പ്രിയപ്പെട്ടവര്, എന്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ വാത്സല്യ പ്രിയപ്പെട്ടവര്, ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന സകലവരെയും യേശു കർത്താവിന്റെ നാമത്തിൽ അഭിഷിക്ത അധികാരത്താൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ കരം പ്രിയപ്പെട്ടവരോട് കൂടിയിരിക്കട്ടെ. കർത്താവെ, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. കർത്താവെ, സന്നിയെ പോലെ ആ കൃപ കൊടുത്താട്ടെ. ഇന്ന് ഞാൻ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം കർത്താവെ, ഈ പോകുന്ന പാത ശരിയാണോ എന്ന്, നിന്റെ എല്ലാ വഴികളിലും കർത്താവിനെ നിലയ്ക്കുവാൻ, പോകുന്ന പാത കർത്താവെ ആശ്രയിച്ച് യാത്ര ചെയ്യുവാൻ ദൈവജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ടിരിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. യഹോവ കൂടിയിരിക്കും, കൃപ കൂടിയിരിക്കും. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.